ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെന്നും ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു എന്നാണ് കേട്ടോ. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ എടുത്തത് പ്രീതിയുടെ സോഡിയാക്കിൻ്റെ ജാറാണ് കേട്ടോ. അതിനകത്ത് ഒരു മെഷറിംഗ് കപ്പ് ഇരിപ്പുണ്ട്. ആ മെഷറിംഗ് കപ്പിൻ്റെ 2 കപ്പ് മാവെടുത്തു. 2 കപ്പ് മാവെടുത്തതിന് ഞാൻ 1 ഗ്ലാസ് അതേ മെഷറിംഗ് കപ്പിൽ തന്നെ അതിൻ്റെ 1 ഗ്ലാസ് വെള്ളം എടുത്തു. ഇപ്പം നമ്മൾ ഈ മെഷറിംഗ് കപ്പല്ല എടുത്തെങ്കിൽ ഇപ്പം വേറെ നമ്മൾ സാധാരണ ഗ്ലാസ്സോ കപ്പോ വേറെ ഇതിൻ്റെ ഈ മെഷറിംഗ് കപ്പ് അല്ലാതെ വേറെ കപ്പ് എടുത്താലും നമ്മൾ എത്ര എടുക്കുന്നോ അതിന് പകുതി വെള്ളമായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പം 3 കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളം. അത് കൂടുകയേ ചെയ്യരുത്. കുറഞ്ഞാലും കുഴപ്പമില്ല, ഇച്ചിരി കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ മാവങ്ങ് വെള്ളം പോലാവുമേ. കറക്റ്റ് പരുവമായിരിക്കണമേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് 1 സ്പൂണ് എണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടുക. ഇങ്ങനെ ഉപ്പിടാൻ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ നമ്മൾ ആ വെള്ളം എടുക്കത്തില്ല, വെള്ളത്തിൽ ഉപ്പ് കലക്കി കറക്റ്റ് പരുവം നോക്കിയിട്ട് ഒഴിച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ സപ്പോസ് ഈ ജാർ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ സാധാ നമ്മൾ ആ മിക്സിയില്ലേ അതിൻ്റെ ജാറിൽ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. കൈവേദനയുള്ളവർക്കൊക്കെ ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാമേ. നല്ലോണം നല്ല മാവ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് എടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് കൈവച്ച് ഒന്ന് കറക്കിയെടുത്ത് ഇതാക്കി എടുക്കണം, നല്ല സോഫ്റ്റാക്കി എടുക്കണം, ഒന്ന് കറക്കി. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നല്ല സൂപ്പർ ഫൈൻ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഞാൻ ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു എന്ന് നോക്കാമേ. ആദ്യം ചിക്കനെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു. ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ്റെ ലാസ്റ്റ് വെള്ളമില്ല അത് നല്ല ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയായി എന്ന് മനസ്സിലാക്കാമേ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് കുക്കറിലിട്ട് 1 വിസിൽ കേൾപ്പിച്ചുവേ. എന്നിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം കുക്കറിൽ തന്നെ ഇരുന്നുവേ. എന്നിട്ട് തുറന്നപ്പോഴത്തേക്ക് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചിക്കൻ കൂടുതൽ നേരം കുക്കറിൽ വെക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ അങ്ങ് പൊടിഞ്ഞു പോവേ. ഇതിപ്പം കറക്റ്റ് പരുവായിട്ട് ചിക്കൻ ഞാൻ മാറ്റിയെടുത്തു. ചിക്കനും മാറ്റി സ്റ്റോക്കില്ലേ ഇതിൻ്റെ ആ വെള്ളം, ചിക്കൻ്റെ വെള്ളവും വേറെ മാറ്റിയെടുത്തു. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് എന്ത് വേണേലും അതിലേക്ക് ഒഴിക്കാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം വേണമല്ലോ, അതിന് പകരം ഞാനില്ലേ എടുത്ത് വെച്ച സ്റ്റോക്കില്ലേ ചിക്കൻ വേവിച്ച അത് വേണം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഏത് മാവ് വേണമെങ്കിലും ഇടാം, ഗോതമ്പ് മാവോ മൈദയോ കോൺഫ്ലവറോ ഇടാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് പിന്നെ ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് വേണം ഒഴിച്ചു കൊടുക്കാനേ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചിക്കനിൽ നല്ലതുപോലെ പുരട്ടി വെക്കുക. പുരട്ടി കുറച്ച് നേരം ഒന്ന് വെക്കണം, എന്ന് വെച്ചാൽ ഇതെല്ലാം ചിക്കനിൽ പിടിക്കണ്ടേ. അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. പക്ഷേ എണ്ണ കുറച്ച് തോനെ ഒഴിക്കണം കേട്ടോ. ചിക്കൻ നല്ല ഒരു വിധം ഒന്ന് മുങ്ങിക്കിടക്കണം. അതിനകത്തെ എണ്ണ തോനെ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അത്യാവശ്യം ഇച്ചിരി കുറച്ചിടണം കേട്ടോ കറിവേപ്പില. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ ചിക്കന് വറുക്കാനുള്ള ചിക്കൻ പറക്കിയിടുക. പക്ഷേ ഇത് കൂടുതൽ നേരം നമ്മളിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ ഇത് കുറച്ച് വെന്ത ചിക്കനല്ലേ, അതുകൊണ്ട് സ്വല്പം നേരം ഒന്ന് പുറം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇത് പെട്ടെന്ന് നമുക്ക് മറ്റുള്ള പ്രോസസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമേ. എന്ന് വെച്ചാൽ കുറേ നേരം ഇതിനകത്ത് കിടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ചിക്കനെല്ലാം അതിലേക്ക് പറക്കിയിട്ടു. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കോരിയെടുക്കാമേ. ഇതിൽ നാം അരിപ്പൊടി ഇടുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. മറ്റ് മൈദയൊക്കെ ആണെങ്കിൽ അത്ര വലിയ ക്രിസ്പി ആവത്തില്ല. പക്ഷെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇതിന് നല്ല ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. മറ്റേതാകുമ്പോൾ സോഫ്റ്റായിട്ടിരിക്കും, നമുക്കിവിടെ ക്രിസ്പി ആയിട്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ ചിക്കനെല്ലാം ഇത് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതിനെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പച്ചമുളകില്ലേ നീളത്തിൽ കീറി ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. പക്ഷേ പച്ചമുളക് ഞാൻ എടുത്തില്ല. ഞാനിവിടെ ഒരു പപ്പടം എടുത്തു, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇത് ഗുരുവായൂർ പപ്പടമായിരുന്നു കേട്ടോ. ലക്ഷ്മി ഗുരുവായൂർ പോയപ്പം കൊണ്ടുവന്നതാണ്. പക്ഷെ അതങ്ങോട്ട് പൊങ്ങി വരുന്നില്ലായിരുന്നു.
പിന്നെ ഞാൻ നമ്മൾ ആ പൊരിച്ച എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഈ ചിക്കൻ പൊരിച്ചില്ല, ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഈ പപ്പടം നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരുന്ന് കേട്ടോ, പൊങ്ങി വന്നില്ലെങ്കിലും ക്രിസ്പി ആയിട്ടിരുന്ന് നല്ല ടേസ്റ്റും ആയിരുന്നേ. പിന്നെ ഈ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിന് ആ ഒരു ഫ്ലേവറും ആ എരിയും ഒക്കെ കിട്ടും കേട്ടോ. ഈ പപ്പടത്തിന് ഈ പപ്പടം തിന്നാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ചപ്പാത്തിയും ഒക്കെ ആക്കി. അങ്ങനെ നമ്മുടെ ഫ്രൈ ചപ്പാത്തിയും ഒക്കെ ആയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.